ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിലപ്പുറം നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച. പണമാണ് പ്രധാനമെന്ന് കരുതി പണം നേടുവാനായി വേണ്ടിയതെല്ലാം ചെയ്യുമ്പോൾ എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. സമാധാനമടക്കം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രിയ ദൈവമക്കളെ, യേശുവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും അവിടെയെല്ലാം ഒരു ദൈവത്തിന്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നീക്കുപോക്ക് വരുത്തി നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി നമ്മെ സ്നേഹിക്കുന്നത് മിക്കവാറും നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും കണ്ടിട്ടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പാപികളെ തേടിയാ യേശു വന്നത്. യേശു പാപത്തെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ദൈവപുത്രൻ പാപികളെ തേടി വന്നെങ്കിൽ, ദൈവപുത്രന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവികമായ പാപക്ഷമയും രക്ഷയും കാൽവരി ക്രൂശിൽ ദാനമായി നൽകിയിരിക്കുകയാണ്. നിങ്ങൾ അതിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി. പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ സമയങ്ങളിൽ ഭാരപ്പെടാതെ ഈ വിഷയങ്ങൾ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാ, തീർച്ചയായും ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു പോം വഴി ഉണ്ടാക്കും തീർച്ച. ഈ ലോകത്തെ ദൈവം നമുക്ക് നൽകിയ ചെറിയ ആയുസ് യേശുവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടെ നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഭാരവും പ്രയാസവും മറ്റാരോടും പറയാൻ കഴിയില്ല എങ്കിലും പറയാൻ കഴിയുന്ന ഒരുവനുണ്ട്, യേശു. ഈ യേശുവിന്റെ സന്നിധിയെ നിങ്ങൾ കടന്നു ചെല്ലുന്നെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അവൻ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കുകയില്ല. മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവികമായ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അതെ, നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ ദൈവിക സമാധാനം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് കണക്ക് കൂട്ടുമ്പോഴല്ലേ ഇതെങ്ങനെ നടക്കുമെന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ മകനായി മകളായി മാറിയ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് ഒന്ന് മനസ്സിൽ കണ്ടേ. ഈ ദൈവത്തിലൊന്ന് വിശ്വസിച്ച് ഈ യേശുവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയെയും വഴി നടത്തുവാൻ അവൻ മതിയായവനാ. ദുഃഖിക്കുവാൻ, ഹൃദയം കലങ്ങുവാൻ അവൻ അനുവദിക്കുകയില്ല. നിന്റെ കണ്ണുനീരവൻ തുടയ്ക്കും. നിന്റെ കയ്പിന്റെ അനുഭവത്തെ അവൻ മധുരമാക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യണം, ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കണം. അപ്പാ, എന്നെ സഹായിക്കണമേ എന്നൊന്ന് പറയണം. അങ്ങനെയെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ! ഈ ദൈവം ജീവിക്കുന്ന ദൈവമാ, എന്നുമെന്നും വഴി നടത്തുന്ന ദൈവമാ. ഈ ദൈവത്തിന്റെ കരം പിടിച്ച് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് സന്തോഷിക്കുക. നിങ്ങളുടെ തലമുറകളുടെ വിഷയം ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുക. ജോലിയുടെ വിഷയം, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാം ഇന്ന് യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുക. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മുറിപ്പെടുത്തുന്നവർ പലരും നിങ്ങളുടെ ചുറ്റുമുണ്ടായേക്കാം. പക്ഷെ യേശു അങ്ങനെയല്ല കേട്ടോ. യേശു നിങ്ങളുടെ മുറിവ് കെട്ടുന്നവനാ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാ, ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞ് വഴി നടത്തുന്നവനാ. അങ്ങനെയെങ്കിൽ ജീവിതയാത്രയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ദൈവത്തോട് ചേർന്ന് ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതായത് ഹൃദയം കലങ്ങുവാനുള്ള പല സാഹചര്യങ്ങളും കടന്നു വരാം. അവിടെ കലങ്ങിപ്പോകല്ലേ, മറിച്ച് വാക്കു പറഞ്ഞ യേശുവിലൊന്ന് വിശ്വസിക്കണം. സകലത്തെയും അനുകൂലമാക്കാൻ കഴിയുന്ന ദൈവത്തിലൊന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ തകർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഇടത്ത് തന്നെ ഒരു മാന്യത തരുവാൻ ദൈവം മതിയായവനാ. യേശുവിനോട് ചേർന്ന് നിൽക്ക്. നിങ്ങൾ ദേശത്ത് ഒരു അനുഗ്രഹമാകും. ശത്രുവിന്റെ മുമ്പാകെ മേശയൊരുക്കുന്നവൻ, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ, അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ
കേൾക്കുവാൻ, മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുവാൻ അവൻ ഇന്നും തയ്യാറാണ്. ഈ ദൈവിക പദ്ധതിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഈ ദൈവജനം അനുഭവിക്കട്ടെ. കണ്ണുനീരൊപ്പുന്ന ദൈവത്തിന്റെ കരം, മാറയെ മധുരമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവജനം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്. സകല നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് യേശുവിന്റെ കരത്തിൽ കൊടുത്തില്ലേ? ഇനി നിങ്ങളൊന്ന് ഫ്രീ ആകുക. യേശു കൊണ്ട് കൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിൽ വെളിപ്പെടും. തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.